എന്ന് സ്വന്തം പല്ലവി. രചന ലില്ലി. നീണ്ടുകിടക്കുന്ന കോളേജ് വരാന്തയിലൂടെ വേഗത്തിൽ നടന്ന എൻ്റെ കൈകളിൽ ബലമായി പിടുത്തമിട്ട് ആരോ ഇരുട്ടു നിറഞ്ഞൊരു ക്ലാസ് മുറിയിലേക്ക് വലിച്ചിട്ടു. അകത്തുനിന്നും വാതിലടയ്ക്കുന്ന ശബ്ദത്താൽ ഭയന്ന് വിറച്ച് നിലത്തു നിന്നും ഞാൻ പിടഞ്ഞെഴുന്നേറ്റു. ലക്ഷ്യമില്ലാതെ കുതറി. നെഞ്ചിൽ അടിഞ്ഞുകൂടിയ ഭയവും ഇരുട്ടുമൂടിയ കാഴ്ചകളും എൻ്റെ നാവിനെ കുരുക്കിട്ട് നിർത്തി. നൊടിയിഴയിൽ എന്നെ പൊതിഞ്ഞ ബലിഷ്ഠമായ കരങ്ങളാൽ ആരുടെയോ കരുത്തുറ്റ നെഞ്ചിലേക്ക് അമർത്തിച്ചേർത്തു. ചെറുത്തു നിൽക്കാനാകാത്ത വിധം എൻ്റെ ശരീരം തളർന്നു വാടി വീഴാൻ ഒരുങ്ങിയപ്പോൾ വരിഞ്ഞു മുറുക്കിയ അവൻ്റെ കൈകൾ കൂടുതൽ താങ്ങായി എന്നെ ചേർത്തു പിടിക്കുന്നുണ്ടായിരുന്നു. ദീർഘമായ ചുംബനത്തിൻ്റെ കുളിരിൽ നിന്നും മുക്തമാക്കിയ ചുണ്ടുകളിൽ രക്തം പൊടിഞ്ഞത് ഞാൻ അറിഞ്ഞു. ചെറുത്തു നിൽക്കാനാകാത്ത വിധം എൻ്റെ ശരീരം തളർന്നു വാടി വീഴാൻ ഒരുങ്ങിയപ്പോൾ വരിഞ്ഞു മുറുക്കിയ അവൻ്റെ കൈകൾ കൂടുതൽ താങ്ങായി എന്നെ ചേർത്തു പിടിക്കുന്നുണ്ടായിരുന്നു. ദീർഘമായ ചുംബനത്തിൻ്റെ കുളിരിൽ നിന്നും മുക്തമാക്കിയ ചുണ്ടുകളിൽ രക്തം പൊടിഞ്ഞത് ഞാൻ അറിഞ്ഞു. അനുവാദമില്ലാതെ എന്നെ പുണരാനും ചുംബിക്കാനും മുതിർന്നവനെ എതിർക്കാനാകാത്ത വിധം ദുർബലമായി പോയ എൻ്റെ മനസ്സിനെ ഞാൻ സ്വയം പഴിച്ചു. നീ എൻ്റെയാ, എൻ്റെ മാത്രം, വിട്ടുകൊടുക്കില്ല ഒരുത്തനും. വീണ്ടും നെറുകയിൽ മുദ്രണം ചെയ്ത അവൻ്റെ ചുണ്ടുകൾ ഉരുവിട്ട വാക്കുകൾ എന്നിൽ എന്തെന്നില്ലാത്ത വികാരങ്ങൾക്ക് വഴിമാറി. ആ നെഞ്ചിലേക്ക് ചേർത്തു പിടിച്ച എൻ്റെ വിറയ്ക്കുന്ന ശരീരത്തെ അവൻ തലോടുന്നുണ്ടായിരുന്നു. ഈ ഒരു നിമിഷത്തിനായി നീയും ആഗ്രഹിച്ചിരുന്നില്ലേ? ഈ ഉടലിൻ്റെ ചൂടിൽ ചേർന്നു നിൽക്കാൻ കൊതിച്ചിരുന്നില്ലേ? നിന്റെ അധരങ്ങൾ അവൻ്റെ ചുംബനം കൊതിച്ചിരുന്നില്ലേ? കരളിൽ ആർത്തിരമ്പുന്ന ചോദ്യങ്ങൾ എനിക്ക് ചുറ്റും വലയം തീർത്തു. സ്വപ്നത്തിൽ നിന്നും ഞെട്ടിയുണർന്ന് ഞാൻ കണ്ണുകൾ വലിച്ചു തുറന്നു. ജനൽപ്പാളികളുടെ വിടവിലൂടെ എത്തി നോക്കുന്ന നേരിയ വെളിച്ചത്തിനൊപ്പം വെളുപ്പിനെ കണ്ട സ്വപ്നത്തിൻ്റെ പൊരുളുകൾ ഞാൻ തേടുകയായിരുന്നു. ചുണ്ടിൽ പുഞ്ചിരി മുട്ടിടുന്നതും അവ നാണത്തിൻ്റെ ചുവന്ന കലകൾ എൻ്റെ കവിളിൽ വിരിയിക്കുന്നതും ഞാൻ അറിഞ്ഞു. രംഗബോധമില്ലാതെ കടന്നു വന്ന ഈ ദിവാസ്വപ്നത്തിന് എൻ്റെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് ഞാൻ ആ നിമിഷം ഓർത്തില്ല. പല്ലവി, മോളെ! പതിവ് നേരം വൈകിയത് കൊണ്ടാകാം അടുക്കളയിൽ നിന്നും ഉറക്കെ വിളിച്ചുകൊണ്ട് അമ്മ എന്നെ ഉണർത്താൻ ശ്രമിക്കുന്നുണ്ട്. കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് പുതപ്പ് കുടഞ്ഞു വിരിച്ച് ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അവിടെ പാത്രങ്ങളുമായും നനഞ്ഞു കുതിർന്ന വിറകുകളിൽ തീ പിടിക്കാതെ പുറത്തേക്ക് വമിക്കുന്ന പുകച്ചിരുളുകളുമായും മൽപ്പിടുത്തം നടത്തുകയാണ് എൻ്റെ അമ്മ സീതാദേവി. പേരിലെ രാജകീയത്വം ജീവിതത്തിൽ ലഭിക്കാത്ത ഹതഭാഗ്യ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ പറയാം അമ്മയെപ്പറ്റി. കണ്ടപാടെ നേരിയതിൻ്റെ തലപ്പിൽ കണ്ണു തുടച്ച് ഒരു ഗ്ലാസ്സിലേക്ക് കട്ടൻ ചായ പകർന്ന് അമ്മ എനിക്ക് നേരെ നീട്ടി. അമ്മയുടെ നനഞ്ഞ കണ്ണുകളുടെ കാരണം അടുപ്പിൽ കത്താത്ത വിറകിൻ്റെ പുകയല്ല എന്ന സത്യം ഓർത്തുകൊണ്ട് ഞാനൊരു ചിരിയോടെ അത് വാങ്ങി. ആ ഒരു പുഞ്ചിരിയിൽ 1000 ആശ്വാസവാക്കുകൾ തിങ്ങി നിറഞ്ഞതായിരുന്നു. 8 മണിക്കുള്ള ബസ്സിൽ പോയാലല്ലേ മോളെ നിനക്ക് സമയത്തിന് അവിടെ എത്താൻ പറ്റുള്ളൂ? അമ്മയുടെ ശബ്ദം എൻ്റെ ചിന്തകളെ ഉണർത്തി. മടിയോടെ ഞാൻ മുഖം ചുളിച്ചുകൊണ്ട് അമ്മയെ നോക്കവേ ആ കണ്ണുകളിൽ നീരസം തെളിയുന്നത് കണ്ടു. വേണം മോളെ, ഡിഗ്രി പോലുമില്ലാതെ ഇന്നത്തെ കാലത്ത് ഒരു നല്ല ജോലി കിട്ടുമോ നിനക്ക്? എത്ര നാളാ നീ ഇങ്ങനെ? പൂർണ്ണ മനസ്സോടെ ഒരു സമ്മതം പറയാനാകാതെ നിന്ന ഞാൻ അമ്മയുടെ പ്രതീക്ഷയാർന്ന മനസ്സിന് മുന്നിൽ അപ്പോഴേക്കും കീഴടങ്ങിയിരുന്നു. ചുവരിൽ തൂക്കിയിട്ട ഒരു സുമുഖനായ ചെറുപ്പക്കാരൻ്റെ ചിത്രം കാണവേ എൻ്റെ സ്മൃതികൾ സന്തോഷം വിളയാടിയ ആ പഴയകാല ജീവിതത്തിലേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 2 വർഷങ്ങൾക്ക് മുൻപൊരു രാത്രിയിൽ വെള്ള പുതപ്പിച്ചു ഈ ഉമ്മറപ്പടിയിൽ കിടത്തിയ എൻ്റെ ഏട്ടൻ്റെ ജീവനറ്റ ശരീരം എൻ്റെ മനസ്സിനെ ഓർമ്മകളാൽ കക്ഷതമേൽപ്പിച്ചു. അച്ഛനും ഏട്ടനും സഞ്ചരിച്ച ബൈക്ക് നിയന്ത്രണം വിട്ടുവന്ന ലോറിക്കടിയിൽപ്പെട്ടു. ഏട്ടന് മരണം വിധിച്ചപ്പോൾ തീരാവേദനയോടെ ജീവച്ഛവമായി അച്ഛനെ മാത്രം ഞങ്ങൾക്ക് തിരികെ കിട്ടി. സന്തോഷം കവർന്നെടുത്ത ദുരന്തപൂർണമായ ജീവിതത്തിൽ ആഗ്രഹങ്ങൾ ഞാൻ സ്വയം അടിയറവു വെച്ചു. കണ്ണായ സ്ഥലത്തുള്ള ഈ കൊച്ചു വീടും ചുറ്റുമുള്ള കൃഷിയിടങ്ങളുമെല്ലാം ബാങ്കിൽ പണയപ്പെടുത്തേണ്ടി വന്നു അച്ഛനെ ചികിത്സിക്കാൻ. പൊന്നും വില കൊടുത്തു വാങ്ങാൻ വന്ന പലർക്കും ഏട്ടനുറങ്ങുന്ന ഈ മണ്ണ് വിട്ടുകൊടുക്കാൻ ഞങ്ങൾക്ക് തോന്നിയില്ല.
അച്ഛൻ സ്വയം ഉരുകി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടാകും. ഭാര്യയ്ക്കും മകൾക്കും ഇനിയും വേദന നൽകാതെ ഈ ജീവൻ തിരികെ എടുക്കാനായി. അന്നു മുതൽ ഞാനും അമ്മയും ഒരുപാട് കഷ്ടതകളിലൂടെയാണ് ഈ കുടുംബത്തെ താങ്ങി നിർത്തുന്നത്. നാട്ടിലെ പേരുകേട്ട തറവാടായ ദേവർമഠത്തിലെ അടുക്കളയിൽ കൈപുണ്യമുള്ള ഒരു പാചകക്കാരിയെ വേണമെന്നറിഞ്ഞ് അമ്മ അവിടെ വീട്ടുജോലിക്ക് പോയി തുടങ്ങിയപ്പോൾ ഞാനും പഠനം പാടെ ഉപേക്ഷിച്ചു. അടുത്തൊരു സൂപ്പർ മാർക്കറ്റിൽ സെയിൽസ് ഗേളായി ജോലിക്ക് കയറി. പട്ടിണിക്കും പ്രാരാബ്ധത്തിനുമിടയിൽ പെട്ട് അടുക്കളക്കാരി എന്ന ദുരഭിമാനം അമ്മയിൽ കെട്ടുപോയിരുന്നു. ബാങ്കിൽ പലിശ അടയ്ക്കാനെങ്കിലുമുള്ള വരുമാനം മാസം മാസം കിട്ടുമെന്ന ആശ്വാസത്തിൽ മുന്നോട്ട് ജീവിക്കുകയാണ് ഞാനും അമ്മയും, കൂടെ അച്ഛൻ്റെ ചികിത്സയും. +2 കഴിഞ്ഞ് നിന്നപ്പോഴായിരുന്നു ജീവിതത്തെ മാറ്റിമറിച്ച ഈ സംഭവങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അരങ്ങേറിയത്. പഠിക്കാൻ പണ്ടേ മോശമായിരുന്നു ഞാൻ. കൂടാതെ പഠനത്തോട് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല എനിക്ക്. +2 സയൻസ് കഷ്ടിച്ച് പാസ്സായ ഞാൻ വ്യത്യസ്തമായ ഒരു മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നു. അമ്മയുടെ പാചക നൈപുണ്യം അപ്പാടെ എനിക്കും പകർന്നു കിട്ടിയിരുന്നു. പലതരം വിഭവങ്ങൾ പരീക്ഷിക്കുകയും നാടറിഞ്ഞ് നടത്തുന്ന പാചക മത്സരങ്ങളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മത്സരാർത്ഥിയായി വിജയം കൈവരിച്ച ചരിത്രവുമൊക്കെ എന്നിലൂടെ ഈ ഗ്രാമത്തിന് പരിചിതമായിരുന്നു. പാചക മേഖലയിൽ തുടർ പഠനം നടത്തി പുതിയ രുചിക്കൂട്ടുകളുടെ ഒരു ലോകം തന്നെ സൃഷ്ടിക്കണം എന്ന തൻ്റെ മോഹം കേൾക്കുന്നവർക്കൊരു തമാശയായിരുന്നുവെങ്കിലും എൻ്റെ ഉള്ളിൽ അതൊരാഗ്രഹമായി നിലകൊള്ളുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ വിധിയോട് കിണഞ്ഞു പാടുപെട്ട് മുന്നോട്ട് കുതിച്ചപ്പോഴാണ് എൻ്റെ അമ്മയിൽ മകളെ ഒരു ഡിഗ്രിക്കാരിയെങ്കിലും ആക്കണമെന്നും ജീവിതത്തിൽ എങ്ങും അവൾ എത്തപ്പെട്ടില്ലല്ലോ എന്ന കുറ്റബോധമാകാം അമ്മയെ അത്തരം ചിന്തകൾ വേട്ടയാടാൻ തുടങ്ങിയതും. അങ്ങനെയാണ് ഈ വർഷം മുതൽ തൽക്കാലം മറ്റൊരു പാർട്ട് ടൈം ജോലി സംഘടിപ്പിക്കാമെന്നും ഡിഗ്രിക്ക് വെറുതെ ഒന്ന് അപേക്ഷിച്ചു നോക്കാമെന്നും അമ്മ എന്നെ നിർബന്ധിച്ചത്. കേട്ടപാടെ ആ ലക്ഷ്യത്തെ നിസാരവൽക്കരിച്ചെങ്കിലും അമ്മ എടുത്ത തീരുമാനത്തെ എന്നിലേക്ക് അടിച്ചേൽപ്പിക്കാനും ശ്രമിച്ചുകൊണ്ടിരുന്നു. പണ്ടേ പഠിക്കാൻ വളരെ മോശം. ഇപ്പോൾ +2 കഴിഞ്ഞ് 2 വർഷവും പിന്നിട്ടിരിക്കുന്നു. കഷ്ടിച്ച് പാസ്സായി എനിക്ക് ഒരൊറ്റ കോളേജിൽ പോലും ഡൊണേഷൻ കൊടുക്കാതെ അഡ്മിഷൻ ലഭിക്കില്ല എന്ന വിശ്വാസത്തിൽ അമ്മയുടെ ആഗ്രഹത്തിന് മുന്നിൽ താൽക്കാലികമായി ഞാൻ സമ്മതം മൂളി. ആദ്യ അലോട്ട്മെൻറ്റുകളിലൊന്നും അഡ്മിഷൻ ലഭിച്ചില്ല എന്നത് എന്നിൽ ആശ്വാസമുളവാക്കിയെങ്കിലും അമ്മയുടെ നിരാശയിൽ ആദ്യമായി എൻ്റെ ഉള്ളം വിങ്ങി. ആ കഴുത്തിൽ അവശേഷിച്ച അച്ഛൻ്റെ ഓർമ്മയ്ക്ക് ഇന്നും സൂക്ഷിച്ച താലിമാല വിറ്റ കാശുമായി ഡൊണേഷൻ കൊടുത്ത് സീറ്റ് വാങ്ങാമെന്ന തീരുമാനത്തെ അറിയിച്ചപ്പോൾ അമ്മയുടെ മനസ്സിന് മുന്നിൽ വീണ്ടും ഞാൻ തോറ്റുപോവുകയായിരുന്നു. മകളെ പറ്റിയുള്ള അമ്മയുടെ വേദനയ്ക്ക് മുന്നിൽ ദൈവത്തിൻ്റെ അദൃശ്യകരങ്ങൾ അവിടെ പ്രവർത്തിച്ചു കാണണം. പിന്നീടുള്ള അലോട്ട്മെൻറ്റിൽ എനിക്ക് അഡ്മിഷൻ റെഡിയായി. എങ്കിലും വീണ്ടും എനിക്ക് ഭീഷണിയായത് BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനാണ് അഡ്മിഷൻ നോട്ടീസ് വന്നത് എന്നറിഞ്ഞപ്പോഴാണ്. എനിക്ക് ഇംഗ്ലീഷ് ഭാഷയിലുള്ള അറിവില്ലായ്മയെക്കൊണ്ട് സ്വയം വെറുക്കപ്പെട്ടിരുന്നു ഞാൻ അതിനെ. ഇനി ഈ കുഴിയിലേക്ക് അകപ്പെട്ടാൽ എങ്ങനെ കരകയറും എന്ന ചിന്ത എന്നെ വീർപ്പുമുട്ടിച്ചു. ശ്രമിച്ചാൽ നടക്കാത്തതൊന്നുമില്ല എന്ന എൻ്റെ അമ്മ സീതാദേവിയുടെ കൗൺസിലിങ്ങിന് മുന്നിൽ ഞാനൊരു പരിശ്രമത്തിന് തയ്യാറായി. ഇന്നാണ് കോളേജിലെ ആദ്യ ദിവസം. ആഡംബര ജീവിതത്തിനോ ആഗ്രഹ സഫലീകരണങ്ങൾക്കോ ഒന്നും തന്നെ എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ലായിരുന്നു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പെടാപ്പാടുപെടുന്ന അമ്മയും ഞാനും. അച്ഛൻ്റെ വേദനകൾ ഓരോ ദിവസവും ഏറി വരുന്നുണ്ടെങ്കിലും ഇനിയും ചികിത്സിക്കാൻ പണം തേടി മുട്ടാൻ വാതിലുകളില്ലാതെ പോയി. ആക്സിഡൻറ്റിൽ ചതഞ്ഞുപോയ കാലുകളും മുറിച്ചു മാറ്റിയ കാൽമുട്ടുകൾക്ക് താഴെയുള്ള ശൂന്യതകളെ നോക്കുമ്പോൾ ചെറുപ്പത്തിൽ എന്നെ ചുമലിലിരുത്തി ഉത്സവം കാണാൻ പാടവരമ്പത്ത് കൂടി വേഗത്തിൽ നടന്ന അച്ഛനെ ഓർമ്മ വരും. പാടത്തും വരമ്പിലും ഇരുളുവെളിക്കെ പണിയെടുക്കുന്ന മികച്ച കൃഷിക്കാരനും ആരോഗ്യ ദൃഢഗാത്രനുമായ എൻ്റെ അച്ഛൻ്റെ ഇന്നത്തെ അവസ്ഥയെ കാണുവാൻ പോലും അസഹനീയമായിരുന്നു. ചിലപ്പോൾ സങ്കടം സഹിക്കാൻ കഴിയാതെ ഒന്നുറക്കെ കരഞ്ഞ് ആ നെഞ്ചിൽ ചേർന്ന് ആശ്വസിക്കാൻ തോന്നും. കരഞ്ഞാൽ അച്ഛൻ്റെ മോൾക്ക് ധൈര്യമില്ലെന്ന് തോന്നില്ലേ? അടക്കി പിടിക്കും. ബോൾഡായ ഒരു പെണ്ണിൻ്റെ ചേഷ്ടകൾ അണിഞ്ഞ് അച്ഛന് മുന്നിൽ നിറഞ്ഞാടും. ഒരു ക്രീം നിറത്തിലുള്ള ചുരിദാറുമിട്ട് നനഞ്ഞ മുടി പിന്നിലേക്ക് അഴിച്ചിട്ടു.
ധൃതിയിൽ കുളിച്ചപ്പോൾ മുടിയിൽ നിന്നും എണ്ണ മുഴുവൻ കഴുകിക്കളയാനും വിട്ടുപോയി. നെറ്റിക്ക് ഇരുവശവും ഒഴുകിയിറങ്ങുന്ന കാച്ചെണ്ണ ഞാൻ തോർത്തിൽ ഒപ്പിയെടുത്തു. കണ്ണിൽ നീളത്തിൽ കരിമഷി എഴുതി. ആഭരണങ്ങളായി ഒന്നും അവശേഷിക്കുന്നില്ല എങ്കിലും കാതിൽ ഏട്ടൻ വാങ്ങിത്തന്ന ഒരു മുട്ട് കമ്മലും കഴുത്തിൽ കറുത്ത ചരടിൽ കോർത്തിട്ട ഒരു ഏലസും എന്നിൽ ശാലീനത ഉണർത്തിയിരുന്നു. ആഗ്രഹങ്ങൾക്കു മീതെ വിധി കറുപ്പ് പൂശിയപ്പോൾ സ്വന്തം ശരീരം പോലും മറന്നു. ഒപ്പം ചമയങ്ങളൊക്കെ അണിഞ്ഞ കാലവും. എന്നിലേക്ക് തന്നെ എൻ്റെ കണ്ണുകൾ ഇഴഞ്ഞപ്പോൾ എന്തെന്നില്ലാത്ത ഒരു അപകർഷതാബോധം മനസ്സിൽ ഭാരമായി മാറി. 4 ആൾ കൂടുന്നിടത്ത് ഈ കോലത്തിൽ. ഇന്നത്തെ കാലല്ലേ, ഉടുത്തൊരുങ്ങി നടക്കുന്നതാണ് അന്തസ്സെന്ന് വിലയിടുന്ന സമൂഹത്തിനു മുന്നിൽ ഞാനൊരു പേക്കോലം ആകുമല്ലോ എന്ന് സ്വയം സഹതപിച്ചു. ഉറഞ്ഞുകൂടുന്ന അനാവശ്യ ചിന്തകളെ ഞാൻ ശാസിച്ചു നിർത്തി. ഒരു നേരത്തെ ആഹാരത്തിനു പഞ്ഞമില്ലാതെ ജീവിക്കാൻ സാധിക്കണേ എന്ന് മാത്രം പ്രാർത്ഥിച്ചു അച്ഛൻ്റെ മുറിയിലേക്ക് ചെന്നു. കട്ടിലിൽ ഒരസ്ഥിക്കൂടം കണക്കെ കിടക്കുന്ന അച്ഛനെ കാണെ സങ്കടം അധികരിച്ചുവെങ്കിലും ആ കൈകൾ കവർന്നെടുത്ത് ഞാൻ എൻ്റെ ചുണ്ടിലേക്ക് ചേർത്ത് വെച്ചു. ഇന്ന് ആരോഗ്യവാൻ ആയിരുന്നെങ്കിൽ അച്ഛൻ്റെ രാജകുമാരി ആയിരുന്നേനെ ഞാൻ. കൈകളിൽ എൻ്റെ കണ്ണീർ തെറിച്ചു വീണതിനാലാകാം അച്ഛൻ പതിയെ കണ്ണു തുറന്നു. ആ ഒരു നോട്ടത്തിലുണ്ടായിരുന്നു എല്ലാം. വാതിൽപ്പടിക്കപ്പുറം ഉയർന്നു കേട്ട അമ്മയുടെ അടക്കിപ്പിടിച്ച തേങ്ങലുകൾ എന്നിലെ വേദനയെ ഇരട്ടിപ്പിച്ചു. സംസാരിക്കാൻ കഴിയില്ലെങ്കിലും അച്ഛനെല്ലാം മനസ്സിലാകും. അമ്മ മണിക്കൂറുകളോളം അച്ഛനൊപ്പം ഇരുന്ന് സംസാരിക്കും. യാത്ര പറഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴേക്കും അമ്മ ചോറ്റുപാത്രവും അകത്ത് വെച്ച ബാഗും അടച്ച് എനിക്ക് നേരെ നീട്ടി. ഞാൻ അത് കയ്യിൽ വാങ്ങി അമ്മയെ ഇറുകി പുണർന്നു. നെറ്റിയിൽ പതിഞ്ഞ അമ്മയുടെ ചുംബനച്ചൂടിനോടൊപ്പം ആ കണ്ണുനീർ എൻ്റെ കവിളിലേക്ക് ഇറ്റുവീണു. നേരിയതിൻ്റെ തലപ്പിൽ എൻ്റെ മുഖത്തെ പടർന്ന കൺമഷിയെ തുടച്ചു തന്നു. കണ്ണുകൾ കൊണ്ട് അമ്മയോട് യാത്ര പറഞ്ഞ് ഞാനിറങ്ങി. ഒതുക്കുകല്ലുകൾ ചവിട്ടിയിറങ്ങി ഇടവഴിയിലേക്ക് തിരിഞ്ഞതും പല്ലവി എന്ന് പിന്നിൽ നിന്നും അമ്മയുടെ നീട്ടിയുള്ള വിളി കേട്ട് ഞാൻ തിരിഞ്ഞു നിന്നു. ഒരു ഒഴിഞ്ഞ പെപ്സി കുപ്പിയിൽ ജീരകവെള്ളവും നിറച്ച് പാവം ഓടി വരുന്നു. ദാ മോളെ വെള്ളം. എടുത്തു വെക്കാൻ അമ്മ മറന്നുപോയി. പൈപ്പിലെ വെള്ളം കുടിക്കണ്ടാട്ടോ. കിതപ്പുകൾ കൊണ്ട് അമ്മയുടെ വാക്കുകൾ അവ്യക്തമായിരുന്നു. വിയർത്തു കുളിച്ചു പരാധീനതകളാൽ മങ്ങിപ്പോയ ആ മുഖം കണ്ട് നെഞ്ചിനുള്ളിൽ മുള്ളുകൊള്ളുന്ന വേദന തോന്നി എനിക്ക്. അമ്മയെ തന്നെ നോക്കി മടിച്ചു നിൽക്കുന്ന എന്നെ കണ്ടിട്ട് ബാഗിൻ്റെ സിബ് തുറന്ന് കുപ്പി അകത്ത് വെച്ചു തന്നു അമ്മ. എൻ്റെ അമ്മേ, പണ്ടത്തെ കാലല്ല. വലിയ കോളേജിലൊക്കെ നല്ല ഫിൽറ്റർ ചെയ്ത വെള്ളം കിട്ടും. അതുമല്ല, ഈ 1 ലിറ്റർ വെള്ളത്തിൻ്റെ ഭാരം കൂടി താങ്ങാൻ ഈ വയസ്സായ ബാഗിന് കെൽപ്പില്ലമ്മേ. ചിരിയോടെ ഒരു തമാശ രൂപത്തിൽ ഞാനത് പറഞ്ഞതും ആ മുഖം മങ്ങി സങ്കടം നിറഞ്ഞു. അച്ചോടാ, അമ്മക്കുട്ടിക്ക് വിഷമായോ? ഞാനൊന്ന് തമാശിച്ചതല്ലേ. സീതക്കുട്ടി തന്നെയല്ലേ ബാഗ് വാങ്ങാൻ പൈസ തന്നത്. അത് വേണ്ടാന്ന് പറഞ്ഞതും ഞാനല്ലേ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞതും ഒരു വലിയ തമാശയായി കാണണം കേട്ടോ. കൊച്ചുകുട്ടികളെപ്പോലെ മിണ്ടാതെ നരച്ചു തുടങ്ങിയ എൻ്റെ പഴയ ബാഗിലേക്ക് ശ്രദ്ധിച്ചു നിൽക്കുന്ന അമ്മയെ നോക്കി ഞാൻ അത് പറഞ്ഞതും ആ ചുണ്ടിൻ്റെ കോണിൽ ഒരു ചിരി വിടരുന്നത് കണ്ടു. എൻ്റെ മനസ്സും നിറഞ്ഞു. രാത്രിയിൽ പെയ്ത മഴയിൽ നനഞ്ഞ കരിയിലകൾ ചവിട്ടി ഇടവഴിയിലൂടെ നടന്ന് ഞാൻ പാടവരമ്പത്തേക്ക് ഇറങ്ങി. കുറച്ചകലെ പ്രൗഢിയോടെ ഉയർന്നു നിൽക്കുന്ന ദേവർ മഠവും പടിപ്പുരയും മതിൽക്കെട്ടുകളും എൻ്റെ കാഴ്ചയിൽ വന്നുപോയി. മകരക്കൊയ്ത്ത് കഴിഞ്ഞ വയലേലകൾ അങ്ങ് കണ്ണെത്താ ദൂരം പരന്നു കിടക്കുന്നു. ഈ ഗ്രാമത്തിലെ പകുതിയിലധികവും ദേവർ മഠത്തിൻ്റെ സ്വന്തമാണ്. കർഷക കുടുംബങ്ങൾക്കെല്ലാം കൈത്താങ്ങാകുന്നതും ദേവർ മഠത്തിൻ്റെ കനിവ് തന്നെയാണ്. വയൽ വരമ്പുകൾ താണ്ടി മൺപാതയിലേക്ക് കടന്നു. ബസ് സ്റ്റോപ്പിലേക്ക് ഞാൻ വേഗത്തിൽ നടന്നു. റോഡിൽ വശങ്ങളിലെല്ലാം മഴവെള്ളം കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. നനഞ്ഞു കുഴഞ്ഞ മണ്ണും ചളിയും കാരണം നടപ്പാത തീർത്തും മോശപ്പെട്ട അവസ്ഥ. ചുരിദാറിൻ്റെ ടോപ്പും പാൻറ്റും അല്പം ഉയർത്തിപ്പിടിച്ചു. സൂക്ഷ്മതയോടെ ഞാൻ മുന്നോട്ട് നടക്കവേ ഇട്ടുദിക്കും മുഴക്കി വേഗതയുടെ നിയന്ത്രണങ്ങൾ താണ്ടിക്കടന്നു പോയൊരു ബുള്ളറ്റ് എൻ്റെ ദേഹത്താകമാനം ചെളിയും അഴുക്കും തെറിപ്പിച്ചു.
മുഖത്തും ചുരിദാറിൻ്റെ മുൻഭാഗങ്ങളിലുമെല്ലാം തെറിച്ചു വീണ ചെളിവെള്ളം പറ്റിപ്പിടിച്ചിരിക്കുന്നു. ഒരു നിമിഷം ചലനമറ്റു പോയി എനിക്ക്. ഇറുക്കിയടച്ച എൻ്റെ കണ്ണുകളെ പതിയെ തുറന്ന് ഞാൻ നിസ്സഹായതയോടെ ചുറ്റിലും നോക്കി. അങ്ങിങ്ങായി നടന്നു പോകുന്ന പലരുടെയും ചുണ്ടിൽ ചിരിയും സഹതാപവും കൂടിക്കലർന്ന ഭാവം. ഇതേ സമയം ദ്രുതഗതിയിൽ ബുള്ളറ്റുമായി പാഞ്ഞുപോയ ആൾ വേഗത കുറച്ച് എൻ്റെ അവസ്ഥയെ നോക്കിക്കാണുന്നത് ഞാൻ അരിശത്തോടെ കണ്ടുനിന്നു. ഒരു കൈ അകലത്തിൽ അവനെൻ്റെ മുന്നിൽ നിന്നിരുന്നെങ്കിൽ എൻ്റെ ഇതേ അവസ്ഥയിൽ അവനെ ഇന്ന് ഞാൻ നിർത്തിയേനെ. അങ്ങനെയൊന്നും ചെയ്യാൻ ഈ ജന്മത്തിൽ ഞാൻ ധൈര്യപ്പെടില്ലെങ്കിലും ഈ അവസ്ഥയിൽ അറിയാതെ അങ്ങനെ ചിന്തിച്ചുപോയി. ഹെൽമെറ്റിൻ്റെ ഇടയിലൂടെ കണ്ട ആ കൺപീലികൾ നിറഞ്ഞ കണ്ണുകളെ ഞാൻ ഒരിക്കലും മറക്കാത്ത വിധം എൻ്റെ മനസ്സിൽ ആഴ്ത്തിവെച്ചു. എന്തിന്? പ്രതികാരം വീട്ടുവാനോ? എനിക്ക് എന്നോട് തന്നെ സഹതാപം തോന്നി. കറുത്ത ഷർട്ടും വെള്ള മുണ്ടുമാണ് അവൻ്റെ വേഷം. ഹെൽമെറ്റ് വെച്ചതിനാൽ ആളെ വ്യക്തമല്ല. ആ കണ്ണുകളിലും നോട്ടത്തിലും എന്തോ ഒരു ആകർഷണീയത തോന്നി എനിക്ക്. ചിന്തകൾ വിരാമമിട്ടപ്പോഴേക്കും അയാൾ ദൂരേക്ക് പോയി മറഞ്ഞിരുന്നു. അയ്യോ, മോൾക്കിതെന്തു പറ്റി? വാ, വീട്ടിൽ കയറി ഈ അഴുക്കെല്ലാം കഴുകി കളഞ്ഞിട്ട് പോകാം. വായനശാലയുടെ അടുത്ത വീട്ടിലെ ബാമേച്ചി എൻ്റെ അവസ്ഥയിൽ പരിതപിച്ച് സഹായഹസ്തം നീട്ടി. ഒരു വരണ്ട ചിരിയോടെ ഞാൻ അവർക്കൊപ്പം നടന്നു. ഏത് നല്ല കാര്യത്തിലും വഴിമുടക്കുന്ന ഇത്തരം പ്രശ്നങ്ങളുടെ എല്ലാം കുറ്റം ഞാൻ വീണ്ടും വിധിയുടെ തലയിൽ തന്നെ ചാർത്തിക്കൊടുത്തു. 8:30 മണിയുടെ ചിത്രശലഭം എന്നു പേരുള്ള ബസ് സ്റ്റോപ്പിൽ നിന്നും കുറേ ദൂരം മുന്നിലാണ് നിർത്തിയത്. ഡോറിൻ്റെ അവസാന സ്റ്റെപ്പും കഴിഞ്ഞ് ആളുകൾ തൂങ്ങിക്കിടന്ന് യാത്ര ചെയ്യുന്നു. ദിവസവും ബസ്സൊക്കെ കയറി യാത്ര ചെയ്തു പോകേണ്ട കാര്യമില്ലായിരുന്നു ഇത്രയും നാൾ. സൂപ്പർ മാർക്കറ്റിലെ ജോലിക്ക് നടന്നു പോകേണ്ട ദൂരമേ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ഇതും ശീലമാക്കണം. എങ്ങനെയൊക്കെയോ കോളേജിലെത്തി. അവസാനത്തെ അലോട്ട്മെൻ്റ് ആയിരുന്നതിനാൽ ക്ലാസ്സുകളൊക്കെ ദിവസങ്ങൾക്ക് മുന്നേ ആരംഭിച്ചിരുന്നു. പഴമ വിളിച്ചോതുന്ന കെട്ടിടങ്ങളും ക്ലാസ് മുറികളും, തണൽ വിരിച്ച ഗുൽമോഹറും, നടപ്പാതകളിൽ രക്തവർണം വിരിച്ച പൂക്കളും, ചുവരുകളിൽ പതിഞ്ഞ കലാലയ രാഷ്ട്രീയത്തിൻ്റെ ഏടുകൾ എടുത്തുകാട്ടുന്ന പോസ്റ്ററുകളും എല്ലാം എന്നോ വായിച്ചു മറന്ന കലാലയ ഭാവനയുടെ നേർക്കാഴ്ചകൾ എന്നിൽ നിറച്ചു. ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ് കണ്ടുപിടിച്ച് കഴിഞ്ഞപ്പോഴേക്കും അവിടെ എത്തിയപ്പോഴേക്കും സമയം 10 ബാഗിൻ്റെ മുന്നറയിൽ നിന്നും തലങ്ങും വിലങ്ങും റബ്ബർ ബാൻഡ് കെട്ടിവെച്ച എൻ്റെ നോക്കിയയുടെ ഒരു പഴയ ടോർച്ച് മൊബൈൽ ഫോൺ ഞാൻ സൂക്ഷ്മതയോടെ എടുത്ത് സമയം നോക്കിയിട്ട് തിരികെ വെച്ചു. പുരാവസ്തു ഗവേഷകർ കണ്ടാൽ ഇനി അതും കൈവിട്ടു പോയാലോ? അല്ലാതെ ആരേലും കാണുമെന്ന നാണക്കേട് ഭയന്നല്ല കേട്ടോ. ക്ലാസ് മുറിയുടെ വാതിലിൻ്റെ ഭിത്തിയിൽ ഫസ്റ്റ് DC കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് എന്നെഴുതിയ ചെറിയ ബോർഡ് വായിച്ചപ്പോൾ എൻ്റെ ലക്ഷ്യസ്ഥാനം ഇതാണെന്ന് ഞാൻ അടിവരയിട്ടുറപ്പിച്ചു. എന്തെന്നറിയാത്ത ഒരു ചെറിയ ഭയം എന്നെ പൊതിയുന്നതായി ഞാൻ അറിഞ്ഞു. വിദ്യാർത്ഥികളാൽ നിബിഡമായ ആ ക്ലാസ് മുറിയിലേക്കും തീർത്തും അപരിചിതമായ ഈ ചുറ്റുപാടിലേക്കും മനസ്സിനെ ഇഴുകിച്ചേർക്കാൻ പെട്ടെന്ന് എനിക്ക് കഴിയാത്തതുപോലെ. ഇത്രയും ആളുകളെ അഭിമുഖീകരിക്കാൻ സാധിക്കാത്ത പോലെ എന്നിൽ അപരിക്ഷിതാബോധം നിറയുന്നുണ്ടായിരുന്നു. ഒരു ചെറിയ തയ്യാറെടുപ്പുകളോടെ ദീർഘശ്വാസമെടുത്ത് ഞാൻ ധൈര്യം കൈവരിച്ചു. സാർ. നിശബ്ദമായ ആ ക്ലാസ് മുറിയിലേക്ക് എൻ്റെ ദുർബലമായ ശബ്ദം ഒരു ചെറിയ മുഴക്കത്തോടെ ഒഴുകിച്ചെന്നു. ഏകദേശം 60 ജോഡി കണ്ണുകൾ ഒരു നിമിഷം കൊണ്ട് എന്നിലേക്ക് വന്നു പതിയുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. ക്ലാസ് മുറിയിലെ മേശയുടെ സൈഡിൽ ചാരി നിന്ന ഒരു യുവ അധ്യാപിക എൻ്റെ ശബ്ദം കേട്ട് തല ചെരിച്ച് വാതിലിനടുത്തേക്ക് നോക്കി. യെസ്, കം ഇൻ. പതിയെ പേടിയോടെ ചുവട് വെച്ച് അകത്തേക്ക് കയറിയ ഞാൻ ടീച്ചറിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇത്രയും ആളുകളെ പുതിയതായി അഭിമുഖീകരിക്കുന്നതിനുള്ള ബുദ്ധിമുട്ട് എൻ്റെ മുഖത്ത് തെളിഞ്ഞു നിന്നത് മനസ്സിലാക്കിയിട്ടാകാം ടീച്ചർ എന്നെ നോക്കി പുഞ്ചിരിച്ചു. പിന്നീട് ആ പുഞ്ചിരി മായുകയും അടിമുടി അവരുടെ കണ്ണുകൾ എന്നെ ചൂഴ്ന്നു നോക്കുന്നുണ്ടായിരുന്നു. ഭാഗികമായി നനഞ്ഞു കുതിർന്ന ചുരിദാറിൻ്റെ മുൻവശവും
അങ്ങിങ്ങായി ഇളകിപ്പോകാത്ത ചെളിയും കണ്ണിൽ പടർന്ന കൺമഷിയും നെറ്റിയിലേക്ക് ഒഴുകിയിറങ്ങുന്ന കാച്ചെണ്ണയും ആകെ മൊത്തം വികൃതമായ എൻ്റെ രൂപത്തെ അവർ നോക്കിക്കാണുന്നത് ഞാനറിഞ്ഞു. തല ചെരിച്ച് നോക്കിയപ്പോൾ മറ്റെല്ലാ വിദ്യാർത്ഥികളുടെയും മുഖത്ത് അവജ്ഞയും സഹതാപവും പുച്ഛവും നിറയുന്നത് ഞാൻ നിസ്സഹതയോടെ നോക്കി തല കുനിച്ചു. ഈ നൂറ്റാണ്ടിലും ഇത്തരം ജന്മങ്ങൾ അവശേഷിക്കുന്നുണ്ടോ എന്നും ചിലരുടെ ഭാവങ്ങളിൽ തെളിഞ്ഞു കാണാം. അപകർഷതാബോധം എന്നെ വരിഞ്ഞു മുറുക്കി ശ്വാസം മുട്ടിച്ചു തുടങ്ങി. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയാകാനേ കഴിയൂ. ശ്വാസം വലിച്ചുവിട്ട് ഞാൻ സ്വയം ധൈര്യം സംഭരിച്ചു. ആൺകുട്ടികളുടെ നിരയിൽ അവസാനത്തെ ബെഞ്ചിൻ്റെ അറ്റത്ത് എന്നിലേക്ക് തന്നെ പുച്ഛത്തോടെ നോട്ടമെറിയുന്ന ആ ഗൗരവമാർന്ന മുഖവും കണ്ണുകളും കുറച്ച് മണിക്കൂറുകൾ മുന്നേ തൻ്റെ ഈ അവസ്ഥയ്ക്ക് അറിയാതെങ്കിലും ആയവൻ്റേതാണെന്ന് ഞാൻ വേദനയോടെ തിരിച്ചറിഞ്ഞു. ക്ഷതമേറ്റ അഭിമാനത്തിൻ്റെ വ്രണപ്പാടിൽ ഉപ്പുകാറ്റേറ്റ പോലെ ഞാൻ നീറിപ്പുകഞ്ഞു. എൻ്റെ പരിതാപകരമായ അവസ്ഥ കണ്ടിട്ടാകണം ഇനിയൊരു പ്രദർശന വസ്തു ആക്കാതെ ടേക്ക് യുവർ സീറ്റ് എന്ന് പതിഞ്ഞ ശബ്ദത്തിൽ ടീച്ചർ പറഞ്ഞത്. അത് കേട്ടതും ആശ്വാസത്തോടെ ഇരിക്കാനായി ഏതെങ്കിലും ഒരു ബെഞ്ചിൻ്റെ അറ്റം കണ്ടെത്താൻ എൻ്റെ കണ്ണുകൾ ആ വലിയ ക്ലാസ് മുറിയുടെ ഓരോ കോണും പരതി. 3 വരികളായി ഇട്ടിരിക്കുന്ന ബെഞ്ചുകളുടെ 2 വരികളിൽ പെൺകുട്ടികളും 1 വരിയിൽ ആൺകുട്ടികളും സ്ഥാനമുറപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 60ഓളം കുട്ടികൾ ഈ ക്ലാസ്സിൽ ഉണ്ടെന്നെനിക്ക് മനസ്സിലായി. ആൺകുട്ടികളുടെ വരിയോട് ചേർന്ന പെൺകുട്ടികളുടെ അവസാന ബെഞ്ചിൽ ഒരു സ്ഥാനം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ അവിടേക്ക് നടന്നു. അപ്പോഴേക്കും ക്ലാസ് മുറിയിലെ ഓരോ വിദ്യാർത്ഥികളും എൻ്റെ ചേഷ്ടകൾ വീക്ഷിക്കുന്നത് കണ്ടപ്പോൾ ജാള്യത തോന്നി. ആ ബെഞ്ചിൽ ഇരുന്ന 2 പെൺകുട്ടികളെയും നോക്കി ഒന്ന് പുഞ്ചിരിച്ചിട്ട് അറ്റത്തായി ഇരിക്കാൻ ഒരുങ്ങിയതും അനിഷ്ടത്തോടെ എന്നെ നോക്കിക്കൊണ്ട് ഒരു കുട്ടി ഡെസ്കിൽ വെച്ചിരുന്ന അവളുടെ ബാഗ് എടുത്ത് ബെഞ്ചിൻ്റെ ഒഴിഞ്ഞ അറ്റത്തേക്ക് വച്ചു. തിരസ്കരണത്തിൻ്റെ അപമാനം ആദ്യമായിട്ടാണെങ്കിലും എന്തോ മനസ്സിലൊരു വേദന തോന്നി. ഞാൻ മാത്രം, എനിക്ക് മാത്രം എന്താ ഇങ്ങനെ? അത്രയ്ക്കും മോശമാണോ ഞാൻ? ചിന്തകൾ കാടുകയറി. എന്ത് ചെയ്യണമെന്നറിയാതെ കുഴഞ്ഞു. ഇത്തരം നിസ്സാര കാര്യങ്ങൾക്ക് എങ്ങനെയാ ടീച്ചറെ സമീപിക്കുക? ഈ കുട്ടി എനിക്കിരിക്കാൻ ഇടം തന്നില്ല എന്ന് പരാതി ഉന്നയിക്കാനോ? അവിടെയും ചെറുതാകുന്നത് ഞാൻ മാത്രമല്ലേ? ആലോചനയോടെ ആൺകുട്ടികളുടെ സൈഡിലേക്ക് നോക്കിയതും രാവിലെ എന്നെ ചെളിതെറിപ്പിച്ച ബുള്ളറ്റുകാരൻ ഭിത്തിയോട് ചേർന്നുള്ള അവസാനത്തെ ബെഞ്ചിൽ ഒറ്റയ്ക്ക് ഇരിക്കുന്നു. എന്താ ചെയ്യുക? അവൻ്റെ ബെഞ്ചിൻ്റെ ഇങ്ങേ അറ്റത്തേക്ക് ഇരുന്നാലോ? ഒരു പെൺകുട്ടിയായ ഞാൻ ക്ലാസ് മുറിയിൽ ഒരു ചെറുപ്പക്കാരനൊപ്പം ഇരുന്നാൽ മറ്റുള്ളവരിൽ സദാചാരബോധത്തിൻ്റെ ദുഷ്ടമനസ്സ് തലപൊക്കിയാലോ? അത്തരം പെൺകുട്ടികൾ മോശക്കാരികളല്ലേ? മുന്നും പിന്നും ആലോചിക്കാതെ രണ്ടും കൽപ്പിച്ച് സമയം കളയാതെ ഞാൻ അവൻ്റെ ബെഞ്ചിൻ്റെ ഒരറ്റത്തേക്ക് ഇരുന്നു. എല്ലാവരും എന്നിലേക്ക് അതിശയത്തോടെ നോക്കുന്നുണ്ടെങ്കിലും ടീച്ചർ ഒരു ചെറുചിരിയോടെ എന്നെ നോക്കുന്നത് കണ്ടപ്പോൾ മനസ്സിൽ ഒരാശ്വാസം തോന്നി. അപ്പോഴാണ് പ്രതികരണങ്ങൾ ഒന്നുമില്ലാതെ എന്നെയൊന്ന് നോക്കുക കൂടി ചെയ്യാതെ ഡെസ്കിൽ എന്തൊക്കെയോ കുത്തിക്കുറിക്കുന്ന അവനെ ശ്രദ്ധിച്ചത്. നീല മഷി കൊണ്ട് ഡെസ്കിൽ സൂരജ് എന്ന് മോഡേൺ ആർട്ടിൽ എഴുതുന്നത് കണ്ടപ്പോൾ അവൻ്റെ പേരാണതെന്ന് ഞാൻ ഉറപ്പിച്ചു. ഞാൻ വെറുതെ മനസ്സിൽ ആ പേര് ആവർത്തിച്ച് ഉരുവിട്ടു. എൻ്റെ സഹപാഠികളിൽ ആദ്യമായി എനിക്ക് പരിചിതമായ ആ പേര് ഓർമ്മയിൽ സൂക്ഷിക്കണമല്ലോ. ഒരു ബെഞ്ചിൻ്റെ 2 ധ്രുവങ്ങളിൽ അന്യരെ പോലെ ഞങ്ങൾ ഇരുന്നപ്പോൾ അവനൊന്ന് തലയുയർത്തി നോക്കിക്കൂടെ? ഞാൻ ഓർത്തു. ഇത്രയൊക്കെ ചെയ്തു വെച്ച് എന്നെ ഈ കോലം കെട്ട കോലത്തിലാക്കിയിട്ട് ഒരു കുറ്റബോധം പോലുമില്ല. ദുഷ്ടൻ. കാണാൻ സുന്ദരനായ പക്വതയാർന്നൊരു ചെറുപ്പക്കാരൻ. ഡിഗ്രി 1ാം വർഷ വിദ്യാർത്ഥിയാണെന്ന് ഒരിക്കലും തോന്നില്ല. ഒറ്റ നോട്ടത്തിൽ ഒരു അധ്യാപകനെ നോക്കുന്ന പോലെ. കട്ടിയുള്ള മീശയും നീട്ടിയ താടിയും മുഖത്ത് തെളിഞ്ഞു നിൽക്കുന്ന കൂസലില്ലായ്മയും ഗൗരവവും കായികശേഷിയുള്ള ഉറച്ച ശരീരവുമാണവന്. മുണ്ടും ഷർട്ടും ധരിച്ച ഇയാളെ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചു പറഞ്ഞാൽ ഒന്ന് കണ്ണെടുക്കാതെ നോക്കി നിന്നു പോകും. അത്രയ്ക്കും പ്രൗഢിയുള്ള ഒരൊറ്റക്കൊമ്പനെ പോലെ.
ക്ലാസ് അറ്റൻഡറായ ടീച്ചർ അനുരാധയാണ് ഇപ്പോൾ ഞങ്ങൾക്കൊപ്പം ഉള്ളതെന്നും ഫോണറ്റിക്സ് എന്ന സബ്ജക്റ്റാണ് അവർ പഠിപ്പിക്കുന്നതെന്നുമൊക്കെ പറയുന്നുണ്ടായിരുന്നു. എനിക്ക് ശരിക്കും അമേരിക്കയിലോ മറ്റോ എത്തപ്പെട്ട പോലെ തോന്നി. ചുറ്റിനും ഇംഗ്ലീഷ് മാത്രം. ഒന്നും മനസ്സിലാകുന്നില്ലെങ്കിലും അവിടെയും ഇവിടെയും കേട്ടു മനസ്സിലാക്കിയ ചില വാക്കുകൾ കൊണ്ട് ഞാനെല്ലാം ഊഹിച്ചെടുത്തു പൂരിപ്പിച്ചു. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്, ടീച്ചർ അല്പം മുന്നോട്ട് വന്ന് എന്നെ നോക്കി പറഞ്ഞതും തലയ്ക്കുമീതെ ഇടി ചാഞ്ഞ പോലെ ഞാൻ ഞെട്ടിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. അപ്പോൾ മാത്രം ബെഞ്ചിൻ്റെ കുലുക്കം കൊണ്ടാകാം സൂരജ് എന്നെയൊന്ന് നോക്കി. എന്നിൽ സഭാകമ്പം പത്തിവിടർത്തി. എൻ്റെ പേര് പല്ലവി. ദിസ് ഈസ് നോട്ട് എ മലയാളം ക്ലാസ്. ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. സ്വാഭാവികതയോടെ ഞാൻ മലയാളത്തിൽ സംസാരിച്ചു തുടങ്ങവേ എന്നെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ടീച്ചറിൻ്റെ സ്വരം ഉയർന്നപ്പോൾ ഞാൻ പെട്ടെന്ന് നിശബ്ദയായി. എന്നെ സംബന്ധിച്ച് അതൊരു വലിയ കടമ്പയായിരുന്നു. ഇംഗ്ലീഷ് കൃത്യമായി സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. കാണാപ്പാഠം പഠിച്ച് ഇംഗ്ലീഷ് എസ്സേയൊക്കെ എഴുതി ജയിച്ച എനിക്ക് ഇതൊക്കെ തുമ്പിയെ കൊണ്ട് കല്ലെടുപ്പിക്കും പോലെയായിരുന്നു. പക്ഷേ ചുറ്റിനും എന്നെപ്പറ്റി അറിയാൻ അവജ്ഞതയോടെ അതിലുപരി ആകാംക്ഷയോടെ ഇരിക്കുന്ന സഹപാഠികളെ വിഷമിപ്പിക്കാനും കഴിയില്ലല്ലോ. മൈ നെയിം ഈസ് പല്ലവി ചന്ദ്രപ്രതാപ്. ഐ ആം കമ്മിങ് ഫ്രം കൽത്തുരുത്തി. My father name Chandrapratap. My mother name Seethadevi. I study +2 in Government Higher Secondary School, Kalturthi. എങ്ങനെയൊക്കെയോ വിക്കി ഒരു UKG കുട്ടിയെപ്പോലെ പറഞ്ഞൊപ്പിക്കുന്ന എന്നെ പരിഹാസത്തോടെ നോക്കുന്ന പല കണ്ണുകളും ഞാൻ അവഗണിച്ചു. സൂരജിലേക്ക് നോക്കിയപ്പോൾ പുച്ഛത്തോടെ ചുണ്ടിൽ ഒരു ചിരിയുമായി ദൂരേക്ക് കണ്ണും നട്ടിരിക്കുകയായിരുന്നു അവൻ. എന്തിനോ നെഞ്ചിൽ ഒരു നോവുണർന്നു. ഓക്കെ, സിറ്റ് ഡൗൺ പല്ലവി. കൂടുതലൊന്നും ചോദിച്ചു ബുദ്ധിമുട്ടിക്കാതെ അനുരാധ ടീച്ചർ എൻ്റെ അവസ്ഥ മനസ്സിലാക്കി. എന്തോ കുറേ ആളുകൾക്ക് മുന്നിൽ ഞാൻ അപമാനിതയായ പോലെ തോന്നി എനിക്ക്. വേണ്ടിയിരുന്നില്ല. എൻ്റെ കഴിവിനും പ്രാപ്തിക്കും പറ്റിയൊരിടമല്ല ഇതെന്ന ചിന്ത എന്നിൽ വേരൂന്നി. അമ്മയെ ഓർത്തപ്പോൾ എങ്ങനെയും പഠിച്ച് ജയിക്കണമെന്നും ആഗ്രഹിച്ചു. അന്നേ ദിവസം ഓരോ പിരീഡും പല പല അധ്യാപകരെയും വിഷയങ്ങളെയും പരിചയപ്പെട്ടു. ക്ലാസ് തുടങ്ങി ഒരാഴ്ച ആയതിനാൽ ഏകദേശം എല്ലാ വിഷയങ്ങളും പഠിപ്പിക്കാൻ തുടങ്ങിയിരുന്നു. ഒന്നും മനസ്സിലായില്ല എങ്കിലും സ്വപ്നലോകത്ത് എന്ന പോലെ ഇരുന്നു കൊടുത്തു. ബ്രേക്ക് ടൈം ആയപ്പോൾ അടുത്തിരിക്കുന്ന കക്ഷി ഞാൻ ഈ നാട്ടുകാരനേ അല്ല എന്ന ഭാവത്തിൽ എങ്ങോട്ടോ എഴുന്നേറ്റ് പോയി. അയാൾ ഒറ്റപ്പെട്ട് നടക്കുന്ന ഒരാളായി തോന്നി എനിക്ക്. ആരുമായും സംസാരിക്കാത്ത ഒരു പരുക്കൻ സ്വഭാവക്കാരൻ. ഞാൻ ഇരുന്നിടത്ത് നിന്നും എണീറ്റതേയില്ല. ഈ കോലം ഇനിയും നാട്ടുകാരെ പ്രദർശിപ്പിക്കാൻ തോന്നിയില്ല. ചിലരൊക്കെ എന്നെ നോക്കി ചിരിച്ചു. ആൺകുട്ടികളൊക്കെ അടുത്തു വന്ന് പരിചയപ്പെട്ടു. അനിൽ, റിയാസ്, മിഥുൻ, ക്രിസ്റ്റി. മിഥുന് ഒരു ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നി. ചിരിയോടെ അവൻ്റെ തമാശകളെ കേട്ടിരുന്നപ്പോൾ എന്തോ മനസ്സിലൊരു തണുപ്പ് പടർന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായി. അവിടെയുള്ള ജാട പെൺകുട്ടികളെക്കാൾ എന്തുകൊണ്ടും ഒരു പടി ഭേദം ആൺകുട്ടികളാണെന്ന്. സൂരജ് ഒഴികെ. ആളൊന്ന് സംസാരിച്ചാലല്ലേ ശരിക്കും എന്താണെന്നറിയൂ. റാഗിംഗ് ഒക്കെ തകൃതിയായി യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ നടക്കുന്നുണ്ടെന്നും ഇന്ന് സെക്കൻഡ് DC, തേർഡ് DC ഇൻ്റേണൽ എക്സാം നടക്കുന്നതിനാലാണ് ശാന്തമായി ഈ പരിതസ്ഥിതിയെന്നും അവന്മാർ എന്നെ ഓർമ്മിപ്പിച്ചപ്പോൾ എന്നിൽ ഭയമേറി. ബ്രേക്ക് കഴിഞ്ഞ് ഒരുപാട് വൈകിയാണ് സൂരജ് ക്ലാസ്സിലേക്ക് വന്നത്. നേരിയ സിഗരറ്റിൻ്റെ ഗന്ധം അവനിൽ നിന്നും അനുഭവപ്പെട്ടപ്പോൾ ഞാൻ മുഖം ചുളിച്ച് അവനെ നോക്കി. കാര്യം മനസ്സിലാക്കി എന്ന് തോന്നുന്നു. ഇടം കണ്ണിട്ട് ഗൗരവത്തോടെ എന്നെ നോക്കിയതും നിഷ്കളങ്കമായ ചിരിയോടെ ഞാൻ മുഖം തിരിച്ചു. ആദ്യ ദിവസം വളരെ കഷ്ടപ്പെട്ട് തള്ളി നീക്കി. ഇനി 3 വർഷം ഈ കലാലയവും എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണല്ലോ എന്ന് ഞാൻ ഓർത്തു. ബസ്സിറങ്ങി വീട്ടിലേക്ക് പോകാൻ വഴിയോരം ചേർന്ന് നടന്നതും ഒരു കാർ എനിക്കരികിലേക്ക് ചേർത്ത് നിർത്തി. പവിയെ, കോളേജും പഠിത്തൊക്കെ എപ്പടി? ഡ്രൈവർ സീറ്റിൻ്റെ ഗ്ലാസ് താഴ്ത്തി എന്നെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് ആദിയേട്ടൻ അത് ചോദിച്ചതും ഞാൻ നടന്ന് അടുത്തേക്ക് ചെന്നു.
ദേവർമഠത്തിലെ വലിയ സാറിൻ്റെ മൂത്ത മകനാണ് ആദിത്യവർമ്മ. പട്ടണത്തിലെ അവരുടെ തന്നെ കമ്പനികൾ നോക്കി നടത്തുകയാണ്. ഒരു സുഹൃത്തിനെ പോലെയാണ് എന്നോട്. കാണാൻ സുമുഖനും അതുപോലെ നല്ല സ്വഭാവവുമാണ് കക്ഷിക്ക്. നന്നായി പോകുന്നു ആദിയേട്ടാ. ചിരിയോടെ ഞാനതു പറഞ്ഞതും വാ, നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം, കയറ്, പുള്ളിയും പറഞ്ഞു. സ്നേഹപൂർവ്വം നിരസിച്ചുകൊണ്ട് ഞാൻ യാത്ര പറഞ്ഞു. ഇനി നാട്ടുകാർ കണ്ടാൽ അവിവാഹിതനായ ദേവർമഠത്തിലെ കൊച്ചുതമ്പ്രാൻ്റെ കൂടെയാ ഈ പല്ലവി എന്ന് അവർക്ക് പുതിയ കഥ മെനയാൻ. അമ്മയ്ക്ക് ഇടയ്ക്കൊക്കെ അവിടെ ജോലിക്ക് പോകാൻ വയ്യായ്ക വരുമ്പോൾ പകരം ഞാനാണ് ദേവർമഠത്തിൽ പോകുന്നത്. അങ്ങനെയുള്ള പരിചയമാണ് ആദിയേട്ടനോട്. പാവങ്ങൾ എന്നോ പണക്കാരെന്നോ വേലക്കാരിയെന്നോ ഒന്നും വേർതിരിവില്ലാതെ ഒരു പച്ചയായ മനുഷ്യൻ. വീട്ടിലേക്കുള്ള ഒതുക്കുകല്ലുകൾ കയറിയതും ഉമ്മറപ്പടിയിൽ ഇരിക്കുന്ന അമ്മയെ കണ്ടു. അച്ഛനെ ഒറ്റയ്ക്കാക്കി ജോലിക്ക് പോകാൻ മടിയാണ് അമ്മയ്ക്ക്. മറ്റു വഴിയില്ലാത്തതിനാൽ തൊട്ടടുത്ത വീട്ടിലെ പാറു അമ്മയെ ഏൽപ്പിച്ചായിരിക്കും അമ്മ പോയതെന്ന് ഞാൻ ഊഹിച്ചു. കോളേജിലെ ആദ്യ ദിവസത്തെ പറ്റി അമ്മയോട് പറഞ്ഞപ്പോൾ ഒരു കഥ പോലെ എല്ലാം കേട്ടിരിക്കുന്നുണ്ടായിരുന്നു. കുളിച്ച് റെഡിയായി സൂപ്പർ മാർക്കറ്റിലേക്ക് ഞാൻ പോകാനിറങ്ങി. 5 മണി മുതൽ 8 മണി വരെ പാർട്ട് ടൈം ജോലിക്ക് നിൽക്കാൻ മാനേജർ പറഞ്ഞത് എനിക്കൊരു സഹായമായി. ശ്രീലകം എന്ന വലിയ വീടിൻ്റെ ഗേറ്റ് കടന്ന് സൂരജിൻ്റെ ബുള്ളറ്റ് പോർച്ചിലേക്ക് നിർത്തി. ശ്രീലകം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് നാട്ടിലറിയപ്പെടുന്ന കച്ചവട ശൃംഖലകളിൽ ഒന്നായിരുന്നു. ശ്രീലകത്ത് മാധവമേനോൻ്റെയും ഊർമിളയുടെയും ഏക മകനാണ് സൂരജ് മാധവൻ. തന്നെ പ്രസവിച്ചതോടെ ആരോഗ്യ പ്രശ്നങ്ങളാൽ ഊർമിള ഒരിറ്റു മുലപ്പാല് പോലും അവന് നിഷേധിച്ചുകൊണ്ട് ഈ ഭൂമിയോടവർ വിട പറഞ്ഞു. ദേവർമഠത്തിലെ ഇളയ പെൺകുട്ടിയായ ഊർമിളയായിരുന്നു സൂരജിൻ്റെ അമ്മ. ജീവിതം പോലും ബിസിനസ്സാണെന്ന് ചിന്തയുള്ള അത്യാഗ്രഹിയും കൗശലക്കാരനുമായ അച്ഛന് അമ്മയില്ലാത്ത തൻ്റെ മകനൊപ്പം സമയം ചിലവഴിക്കാനോ അവനെ സ്നേഹിക്കുവാനോ അധികം കഴിഞ്ഞിട്ടില്ല. എങ്കിലും സ്നേഹസമ്പന്നനായ ഒരു പിതാവായി ഇടയ്ക്കെപ്പോഴോ അയാൾ മകനു മുന്നിൽ നിറഞ്ഞാടുമായിരുന്നു. അതുപോലെ തൻ്റെ അച്ഛനോട് സ്നേഹവും വിശ്വാസവുമുള്ള ഒരു മകനായിരുന്നു സൂരജ്. ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട അവൻ്റെ ഒറ്റപ്പെടലിൽ കർശനക്കാരനും അല്പം താന്തോന്നിയുമൊക്കെയായി അവൻ വളർന്നു. ആരെയും കൂസാത്ത ഭാവവും മറ്റുള്ളവരുടെ വികാരങ്ങളെ മാനിക്കാത്തവനും പണമാണ് എല്ലാത്തിനും മീതെ എന്നുമൊക്കെ ഒരു പരിധിവരെ വിശ്വസിക്കുന്നവനായിരുന്നു അവൻ. ആഗ്രഹിച്ചതെന്തും അച്ഛൻ മാധവൻ സൂരജിന് നേടിക്കൊടുക്കുമായിരുന്നു. അതൊക്കെയാകാം അവൻ്റെ ഈ സ്വഭാവത്തിന് കാരണവും. മകൻ്റെ സർവ്വ തോന്നിവാസങ്ങൾക്കും കുടപിടിക്കാൻ ആ അച്ഛനും തയ്യാറായിരുന്നു. ട്രാവൻകൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ 4ാം വർഷ വിദ്യാർത്ഥിയായിരിക്കെ ചില കലാലയ രാഷ്ട്രീയ പ്രശ്നങ്ങളിൽ പെട്ട് എതിർ പാർട്ടിക്ക് നേരെ ഗുണ്ടാവിളയാട്ടം നടത്തുകയും അതിൻ്റെ ഫലമായി അവിടെ തുടർന്ന് പഠിക്കാൻ തീർത്തും സാധിക്കാത്തതിൻ്റെ പേരിൽ എഞ്ചിനീയറിംഗ് പഠനം ഉപേക്ഷിച്ച് ഇപ്പോൾ ഡിഗ്രിക്ക് ചേരേണ്ടതായും വന്നു. മാധവൻ്റെ കർശനമായ ഉപദേശപ്രകാരം ഇപ്പോൾ സൂരജ് ഒന്ന് പതുങ്ങിയിട്ടുണ്ട്. പഴയ സൂരജിൻ്റെ പ്രതിച്ഛായയെ തന്നെ തുടച്ചു നീക്കി തീർത്തും ഒതുങ്ങിക്കൂടി നടക്കുന്നു. വീട്ടുജോലിക്കും പുറം പണിക്കുമായി തന്നെ ഒരുപാട് ജോലിക്കാർ ഉണ്ടായിരുന്നു ആ വലിയ വീട്ടിൽ. പോർച്ചിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വില കൂടിയ പോർഷ് കാറുകൾ 5-ലധികം ഉണ്ട്. എന്നാൽ സ്നേഹമോ വാത്സല്യമോ ഒന്നും ലഭിക്കാതെ മുരടിച്ചുപോയ ഒരു വൃക്ഷം കണക്കെയായിരുന്നു സൂരജ്. മനസ്സിലെവിടെയോ അടിഞ്ഞു കിടക്കുന്ന നന്മകൾ അവനിൽ നിന്നും പുറത്തേക്ക് വരാൻ സാഹചര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് മാത്രം. മോനെ വാ, ഒന്നും കഴിച്ചില്ലല്ലോ. തൻ്റെ റൂമിലേക്ക് പോകാൻ മുകളിലേക്കുള്ള പടി കയറവേ താഴെ നിന്നുകൊണ്ട് മറിയച്ചേട്ടത്തി വിളിച്ചു ചോദിച്ചു. കുഞ്ഞിലെ മുതൽ ഒരമ്മയുടെ സ്ഥാനമാണ് അവനെ നോക്കി വളർത്തി ആ വീട്ടിൽ ജീവിക്കുന്ന മറിയമ്മ ചേട്ടത്തിക്ക് അവൻ നൽകിയിരിക്കുന്നത്. തൻ്റെ അച്ഛനായ മാധവൻ കഴിഞ്ഞാൽ അവന് പ്രിയപ്പെട്ട ഒരേ ഒരാൾ. ബന്ധുക്കളായി ആരുമില്ല അവർക്ക്. വേണ്ട ചേട്ടത്തി, ഞാൻ പിന്നെ കഴിച്ചോളാം. ഗൗരവം വിടാതെ അതും പറഞ്ഞുകൊണ്ട് അവൻ റൂമിലേക്ക് കയറിയ പാടെ മ്യൂസിക് സിസ്റ്റം ഉച്ചത്തിൽ വെച്ച് ബെഡിലേക്ക് മലർന്നു. ചില മണിക്കൂറുകൾക്ക് ശേഷം മുഖത്തേക്ക് തെറിച്ച വെള്ളത്തുള്ളികളുടെ തണുപ്പിൽ സൂരജ് ഒന്ന് ഞെരങ്ങിക്കൊണ്ട് കണ്ണു തുറന്നു.
കൺമുന്നിൽ നിൽക്കുന്ന ഇറുകിയ ജീൻസും ടീഷർട്ടും ധരിച്ച പെൺകുട്ടിയെ കാണെ അവന് ദേഷ്യം പെരുത്ത് കയറി. ചാടി എഴുന്നേറ്റ് അവളുടെ കയ്യിലിരുന്ന വെള്ളവും കുപ്പിയും തട്ടിയെറിഞ്ഞു. ആരോട് ചോദിച്ചിട്ടടി ഇങ്ങോട്ട് വലിഞ്ഞു കയറി വന്നത്? ഇറങ്ങിപ്പോടി. യാതൊരു ഭാവമാറ്റവുമില്ലാതെ ചായം ചുവപ്പിച്ച ചുണ്ടിൽ പുഞ്ചിരിയുമായി നിൽക്കുകയാണ് യമുനാദേവൻ എന്ന തൻ്റെ മുറപ്പെണ്ണ്. മാധവൻ്റെ സഹോദരി ഗൗരിയുടെയും രാജഗോപാലൻ്റെയും ഏക മകളാണവൾ. MBBS 2ാം വർഷ വിദ്യാർത്ഥി. എന്തിനാ സൂരജേട്ടാ ഇങ്ങനെ നിന്ന് വിറയ്ക്കണേ? എന്നായാലും ഈ മുറിയുടെ അവകാശിയല്ലേ ഈ യമുനാദേവൻ? കുടിലതയോടെ അവനിലേക്ക് അവളുടെ കണ്ണുകൾ ഇഴഞ്ഞു നടന്നു. അവൻ്റെ പൗരുഷത്തിനും സൗന്ദര്യത്തിനും മുന്നിൽ അടിമപ്പെട്ടൊരു ഭ്രാന്തിയായിരുന്നു യമുന. സൂരജിൻ്റെ കണ്ണുകളിൽ തീയാളി.